ഇന്നലെ നമ്മുടെ വാര്യർജി എന്ത് കലക്കാണ് കലക്കിയത്. എന്തായാലും ഒരു സംഘകുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന നിലക്ക് വാര്യർജിയെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ സന്ദീപ് ജി, ഞാൻ അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് ഗോപുവാണ്. സന്ദീപ് ജി, നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അണ്ടിമുക്ക് ശാഖ. ആ മനസ്സിലായല്ലോ, മനസ്സിലായി. എൻ്റെ വാര്യർജി എന്നാ ഒരു ഇതാ. ഇന്നലെ നമ്മുടെ ചാനൽ ചർച്ചയില് നമ്മൾ 24-ന്റെ അവതാരകനെ ചട്ടിയിലിട്ട് വറുത്തെടുത്തില്ലേ നിങ്ങള്? നിങ്ങൾ ആ ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അവതാരകനെ അരുണ് ഈ പാലക്കാടാണ് ഈ സംഭവം നടന്നത് എന്ന് വസ്തുതാപരമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുമ്പോ നിങ്ങളതല്ല മലപ്പുറമാണ്, ഞാൻ ആ ഹാഷ്ടാഗ് തിരുത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ രോമം ദാ ഇങ്ങനെ എണീറ്റ് നിന്ന് പോയി. വാര്യർജി എന്നാ ഒരു എന്നാ ഒരു പെർഫോമൻസ് ആണ് വാര്യർജി. നിങ്ങൾ ഞങ്ങളെ മുത്താണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് മലപ്പുറത്ത് നിന്ന് തന്നെയാണ്. നിങ്ങൾ നമ്മുടെ കൂടെ മുന്നിൽ നിന്ന് മലപ്പുറമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ സിന്ദാബാദ് വിളിച്ച് നിങ്ങളുടെ പിന്നിലില്ലേ? സന്ദീപ് ജി സിന്ദാബാദ്. ഓക്കെ ജി, ശരി 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 ശരി. ഇതൊരു രോഗമാണ്. ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വിശ്വസിക്കുന്ന തത്വശാസ്ത്രം, ഇവർ നെഞ്ചിലേറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവർ പ്രവർത്തിക്കുന്ന സംഘടന, ഇവരുടെ സംഘ കുടുംബം, അത് ഈ രാജ്യത്ത് നിന്ന് നശിച്ചു പോകണം. അല്ലാത്തിടത്തോളം കാലം ഇവർക്ക് ഈ രോഗമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. അതുള്ളിടത്തോളം കാലം ഈ രോഗം വ്യാപിക്കുക തന്നെ ചെയ്യും. കൊറോണയൊക്കെ ഇവർക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പോകും. കാരണം കൊറോണയേക്കാൾ വലിയ വ്യാപനമാണ് ഈ രോഗത്തിന് ഇന്ന് ഈ രാജ്യത്തുള്ളത്. മലയാളികളും ഇന്ത്യ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളും ഈ രോഗത്തെ വിളിക്കുന്നത് വർഗീയത എന്നാണ്. അതിൻ്റെ ലോകത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇവർ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സന്ദീപ് ജി വാര്യർ 24 ന്യൂസ് ചാനലിൽ ഇന്നലെ കാണിച്ച ആ പേക്കൂത്ത് മറക്കാൻ ഏതെങ്കിലും ഒരു മലയാളിക്ക് സാധിക്കുമോ? മനസ്സിനകത്ത് മതേതരത്വം അല്പമെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് സംഘിയാകാൻ സാധിക്കുമോ? BJP-കാരനാകാൻ സാധിക്കുമോ? RSSന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ എന്താണ് സംഘപരിവാർ, എന്താണ് BJP എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം വിളിച്ചു പറയുകയായിരുന്നില്ലേ സന്ദീപ് ജി വാര്യർ 24 ന്യൂസ് ചാനൽ? അരുൺകുമാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 24 ന്യൂസ് ചാനലിലെ അവതാരകൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, മലപ്പുറത്തല്ല പിടിയാന ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്, മറിച്ച് പാലക്കാടാണ് എന്ന് വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് വിളമ്പിക്കൊടുക്കുമ്പോൾ വാര്യർ പറയുന്നത്, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെയാണ്. അതായത് മലപ്പുറമാകുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ എലി ചത്താലും പൂച്ച ചത്താലും അതൊക്കെ മുസ്ലിങ്ങൾ തല്ലിക്കൊന്നതാണ്, മുസ്ലിങ്ങൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ഇവർ വരുത്തി തീർക്കും. അത്രത്തോളം അപകടകാരികളാണ് ഈ സംഘപരിവാർ പ്രവർത്തകർ എന്നുള്ളത് ഇത്തിരിയെങ്കിലും അവരുടെ വ്യാജ രാജ്യസ്നേഹം കണ്ടിട്ട് അറിയാതെ പെട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു മലയാളി ഇത് കണ്ടിട്ട് വിശ്വസിച്ചു കാണും. കാരണം ഇവർ അപകടകാരികളാണ് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം തന്നെയാണ് സന്ദീപ് ജി വാര്യർ 24 ന്യൂസ് ചാനലിൽ തെളിയിച്ചത്. പ്രിയപ്പെട്ട മലയാളി സമൂഹമേ, ഇനിയെങ്കിലും തിരിച്ചറിയുക, കപട മതേതരത്വവാദികൾ, കപട രാജ്യസ്നേഹികൾ, യഥാർത്ഥ രാജ്യദ്രോഹികൾ ഇവരാണ് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം തിരിച്ചറിഞ്ഞ് ഇവർക്കെതിരെയുള്ള നീക്കങ്ങളിൽ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടായാൽ മാത്രമേ ഇത്തരം വർഗീയവാദികളെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. മലപ്പുറം എന്ന് പറയുന്നത് മതേതരത്വ മണ്ണാണ്. മലപ്പുറം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ നേർവെളിച്ചം ഈ കേരളത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു ജില്ലയാണ്. ആ ജില്ലയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിയെ പോലും ഉപയോഗിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെയാണ് സംഘി എന്ന ക്രൂരതയുടെ പച്ചയായ മുഖത്തിന്റെ നേർ സാക്ഷ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മൃഗത്തെ പോലും മുസ്ലിമിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കകത്തുള്ള അപകടകരമായ ആ വർഗീയതയുടെ വിത്തുകൾ ഇവിടെ വീഴാതിരിക്കാൻ, ഈ മണ്ണിൽ മുളച്ചു പൊന്താതിരിക്കാൻ
നിങ്ങളാണ് തടയിടേണ്ടത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.